വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ഡേ ഫ്രൈഡേ നടത്തിയ ഒരു അനാലിസിസിന്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ പറഞ്ഞ പോലെ വളരെ കൃത്യമായി തന്നെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നിന്നുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഇതെല്ലാം കൃത്യമായി തന്നെ പറഞ്ഞതാണ്. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുൾ ബാക്കും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി തന്നെ പറഞ്ഞതാണ്. എനിവേ, ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ടൈം ഫ്രെയിമിലേക്കാണ് പോകുന്നത്. വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനു മുന്നേ നല്ലൊരു സപ്പോർട്ട് ഈ ലെവലിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അത് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രീവിയസ് ഓൾ ടൈം ഹൈനെ ഒന്ന് മാർക്ക് ചെയ്തിടാം. കാരണം അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് മാർക്കറ്റ് എവിടെ പോകും, എങ്ങനെ ഏതുവരെ പോകുന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. എനിവേ, നമുക്ക് സപ്പോർട്ട് ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു ലെവൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ലെവൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം മൾട്ടിപ്പിൾ ടൈം ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ലെവലിനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 108,683, അതുപോലെ 109,444 ആണ് വരുന്നത്. ഇനി നമുക്ക് 1 അവറിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഈ ലെവലും കാണാം. ഇവിടെയും നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരുപാട് തവണ സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെയും പ്രൈസ് ഒന്ന് നോട്ട് ചെയ്തിടാം. 107,255, അതുപോലെ 106,055 ആണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തതിന് ശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് പോകുമ്പോൾ മുകളിൽ നിന്നിട്ട് ഒരു പ്രഷർ കാണുന്നുണ്ട്. സോ അതിനർത്ഥം മാർക്കറ്റ് അടുത്ത് തന്നെ ഒരു ചെറിയൊരു പുൾ ബാക്ക് തരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ നിലവിൽ നമ്മുടെ ഇതനുസരിച്ച് ആ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു സ്ട്രോങ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്നുള്ളത് ഈ ലെവലാണ്. ഈ ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ പുൾ ബാക്ക് ആയിട്ട് വരും. അപ്പൊ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഇന്നത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് 113,000 അല്ലെങ്കിൽ 114,000 ആണ്. 116,000 വരെയൊക്കെ മാർക്കറ്റ് വരാം. പക്ഷെ ഇന്ന് അത്രത്തോളം ദൂരം സഞ്ചരിക്കുമോ എന്നുള്ള കാര്യം ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് 113 ആൻഡ് 114 പറയുന്നത്. ഏറെക്കുറെ ആ ലെവലിലേക്കൊക്കെ എത്താം. എത്തിയതിനു ശേഷം ഒരുപക്ഷെ വീണ്ടും പുൾ ബാക്കുകൾ തന്നുകൊണ്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഒരു സെല്ലിംഗ് സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് ഒരു സെല്ലിംഗ് സാധ്യത ഉണ്ട്. അതൊരു പക്ഷേ ഇവിടം വരെ വരാനായിരിക്കും സാധ്യത. ഈ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെ പോവാം. മുകളിലോട്ട് പോയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഏരിയാസ് വരെ വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. തൽക്കാലം ഇന്ന് 2 ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് അത്രയും ബുള്ളിഷ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ്റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ്റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.